ഇതാണ് ഫ്ലാക്സ് സീഡ്സ്. ഇതിൽ നിന്നാണ് നമ്മൾ തിളപ്പിച്ച് ജെല്ലാക്കാൻ പോകുന്നത്. ഇതിന്റെ റിസൾട്ട് ഉണ്ടല്ലോ, അസാധാരണമാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ സീഡ്സ് എടുക്കാൻ പോവാം കേട്ടോ. എന്നിട്ട് അതിനെ നമ്മൾ തിളപ്പിക്കാൻ പോവാണ്. ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വെട്ടിത്തിളയ്ക്കണം. വെട്ടിത്തിളച്ച ശേഷം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഉടനെ യൂസ് ചെയ്യരുത്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണേ. കാരണം അത് ബോയിലിംഗ് ആവുന്ന സമയത്ത് നല്ല വെള്ളം പോലെ ഇരിക്കുകയാണ്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേനും ഇച്ചിരി ഒന്ന് ഇരുന്ന്, നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേനും അത് നല്ല ജെല്ല് രൂപത്തിൽ വരും. ഓക്കെ, അപ്പം ഏകദേശം ഈ ഒരു പരുവത്തിലായിരിക്കും നമുക്ക് കിട്ടുക, ജെല്ല് പോലെ. അപ്പം ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റിന് ശേഷം മാത്രമേ നമ്മൾ അരിച്ചെടുക്കാവുള്ളൂ. ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, ഒരു ബോള്, അതിലേക്ക് അരിപ്പ വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ഈ ജെല്ലിന് ഞാൻ ഒഴിച്ചു കൊടുക്കും. ഇപ്പം നമുക്ക് ജെല്ല് കിട്ടിയിട്ടുണ്ട്. ഈ ജെല്ല് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്റ്റോർ ചെയ്യാം. ഒന്ന് കൂളായതിനു ശേഷം സ്റ്റോർ ചെയ്യാം ഫ്രിഡ്ജിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലെ അംഗങ്ങളുടെ കണക്കനുസരിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. ഓക്കെ, അപ്പം ഇതിനെ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ കുറച്ചെടുത്ത് സ്റ്റോർ ചെയ്യാം. അപ്പം ഞാനിപ്പം ഇത് സ്റ്റോർ ചെയ്യാനാണ് കുറച്ച്. അപ്പം ഞാൻ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. ഞാനിപ്പോൾ ആവശ്യത്തിന് മാത്രം വേറൊരു കുഞ്ഞു ബൗളിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, സാധാ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഇതും കൂടെ മിക്സ് ചെയ്യാം. ഇവിടെ തണുപ്പായതുകൊണ്ടാട്ടോ എണ്ണ അങ്ങനെ കട്ടിക്കിരിക്കുന്നത്. പക്ഷേ വാം ജെല്ലിലേക്ക് ചേർക്കുമ്പോൾ അത് നന്നായിട്ട് അലിഞ്ഞു വന്നോളും. ഇനി നമുക്കതിനെ സ്കാൽപ്പിൽ തേച്ച് കൊടുക്കണം. സ്കാൽപ്പിലും മുടിയിലും ഒരുപോലെ തേച്ച് കൊടുക്കണം കേട്ടോ. ഷവർ കഴിഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സ്കാൽപ്പിൽ ഒരു പൊടി പോലും ഇല്ലാത്ത രീതിയിൽ കണ്ടോ, നല്ല ഹെയറും നല്ല സോഫ്റ്റ് ആവും, മോയ്സ്ചറൈസ്ഡ് ആണ്. അതേപോലെ ഒരു ഡാൻഡ്രഫോ കാര്യങ്ങളോ, ഇത് നല്ല ഡാൻഡ്രഫ് ഉള്ളവർക്ക് വരെ ചെയ്യാൻ പറ്റുന്ന ഒരു DIY ആണ് കേട്ടോ. ഒരു രീതിയിൽ നിങ്ങൾക്കൊരു ഡാൻഡ്രഫ് കാണാൻ പറ്റില്ല. അത്രയ്ക്ക് അടിപൊളി ഒരു സാധനമാണ് ഈ ഫ്ലാക്സ് സീഡ്. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ പോലെ തന്നെ നമ്മുടെ ഒരു സെറം യൂസ് ചെയ്യാറുണ്ട്. ഇത്ര മാത്രം മതി. ഓക്കെ, അത് ഇതാക്കാനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി സൂപ്പർ സംഭവമാണ്. ഫാമിലിയിൽ കുറേ പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ഉപയോഗിച്ചിട്ട് അടിപൊളിയാണ് പറഞ്ഞു. ഡാൻഡ്രഫ് മാറ്റി നിർത്താൻ സഹായിക്കും. അതേപോലെ മുടി നല്ല സോഫ്റ്റ് ആക്കും, മോയ്സ്ചറൈസ് ചെയ്യും, നമ്മുടെ സ്കാൽപ്പ് മോയ്സ്ചറൈസ് ചെയ്യും. അങ്ങനെ ഒരുപാട് സൂപ്പർ ബെനിഫിറ്റ്സ്. ഒരാഴ്ച വരെ, നല്ല ഡാൻഡ്രഫ് ഉള്ളവർക്ക് പോലും ഒരാഴ്ച വരെ ഡാൻഡ്രഫ് വരാതെ, ഒരു ഇച്ചിരി പൊടി പോലും ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും.